ഗോഡ്സില എക്സ് കോങ് ദ ന്യൂ എംപയർ ഒരു കിടിലം പടം എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവൽ പടമായിരുന്നു. അമ്മാതിരി എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു മൂവി. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല ഇങ്ങനത്തെ ഒരു ഔട്ട്പുട്ടൊക്കെ തരുമെന്ന്. മസ്റ്റായിട്ട് തിയേറ്ററിൽ പോയി കാണണം. അമ്മാതിരി ലെവൽ പടമാണ്. ആൻഡ് ഈ ഒരു മൂവിയുടെ തിയേറ്റർ എക്സ്പീരിയൻസ് പറയുന്നത് അത്ര കിടിലമാണ്. ഞാൻ ഈ ഒരു മൂവി ഐമാക്സിലാണ് കണ്ട. സോ ആ ഒരു ഐമാക്സും ആ ഒരു വിഷ്വലും ആ ഒരു എക്സ്പീരിയൻസും അത് പറഞ്ഞറിയാൻ പറ്റത്തില്ല. അമ്മാതിരി ലെവലായിരുന്നു. ഇതിനു മുമ്പുള്ള ഈ ഫ്രാഞ്ചൈസിലെ മൂവീസ് വെച്ച് നോക്കുവാണെങ്കിൽ ബാക്കിയുള്ള മൂവീസ് ഒക്കെ പറയുന്നത് നമ്മൾ ആ ലോജിക് ഒക്കെ മാറ്റി വെച്ചിട്ട് ആ ഫുൾ ഫൈറ്റും അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ക്ലാഷും കാര്യങ്ങളും നൈസായിട്ട് കാണാൻ ആ ഒരു കിട്ടുന്ന തിയേറ്റർ എക്സ്പീരിയൻസ് അത്രയും പ്രതീക്ഷയാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ഈ ഒരു മൂവിലോട്ട് വരുമ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി ചേഞ്ച് ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു അടിപൊളി സ്ക്രീൻ പ്ലേ ഉണ്ട്, ഒരു കിടിലം പ്രസന്റേഷൻ ആണ്. ഓവറോൾ ദ മൂവി ഒരു അടിപൊളിയായിട്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരു സ്ഥലത്ത് പോലും ലാഗ് അടിക്കുകയോ അല്ലെങ്കിൽ ഈ സീക്വൻസ് വേണ്ടാന്ന് തോന്നിയിട്ടില്ല. ഇപ്പൊ ട്രെയിലറിൽ നമ്മൾ എല്ലാ സീക്വൻസും എനിക്ക് തോന്നുന്നു ഏകദേശം സിനിമയിലുള്ള കിടിലമായിട്ടുള്ള മിക്ക സീക്വൻസും ട്രെയിലറിൽ ഫസ്റ്റ് ട്രെയിലർ, സെക്കൻഡ് ട്രെയിലർ, ഫൈനൽ ട്രെയിലർ എല്ലാ ട്രെയിലർ എന്ന് പറഞ്ഞ് നമ്മൾ അപ്ലോഡ് ചെയ്തു. പക്ഷെ എന്നാലും നമ്മൾ ആ ഒരു സീൻസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രെഡിക്റ്റബിൾ ആണ്, അടുത്ത ഇന്ന സീനാണ് വരാൻ പോകുന്നതെന്ന് മനസ്സിലാവും. എന്നാലും ആ ഒരു തിയേറ്ററിൽ കാണുമ്പോൾ ഉള്ള ഒരു ഫീൽ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ ആ ഒരു സിനിമയായിട്ട് ഇങ്ങനെ അലിഞ്ഞങ്ങ് പോകും. നമ്മൾ വിചാരിക്കത്തില്ല ഓക്കെ ഈ സീൻ നമുക്ക് അറിയാം, നമ്മൾ കണ്ടതാണ്, അങ്ങനെ ഒന്നും ഒരു ഫീലില്ല. എന്തോ ഒരു ഫ്രഷ് ആയിട്ട് കാണുന്ന ഒരു ഫീലാണ് എൻ്റയർ മൂവി. ആൻഡ് ഈ ഒരു മൂവി കണ്ടപ്പോൾ ഒരു ഫീൽ എന്ന് പറയുന്നത് നമ്മളൊരു ഹോളിവുഡ് സിനിമ കാണുമ്പോൾ ഉള്ള ഒരു ഫീലൊന്നുമല്ല. സിനിമ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അങ്ങനെ തന്നെയാണ്, പക്ഷെ പിന്നീട് അങ്ങ് പോകുമ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു അല്പം ലിയോ കണ്ട പോലെ അല്ലെങ്കിൽ വലിയൊരു സ്റ്റാർഡമുള്ള ഒരു ആക്ടറിന്റെ ഒരു ഫസ്റ്റ് ഷോ സിനിമ ആണെന്ന ഒരു ഫീൽ ആയിരുന്നു. കാരണം ഈ ഒരു ഫിലിം എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഫാൻ ബേസ് ഉള്ള രണ്ട് ക്യാരക്ടേഴ്സ് ആണ്, ഗോഡ്സിലയും കിങ് കോങ്ങും. ഞാൻ കിങ് കോങ് ഫാനാണ് ഓഫ് കോഴ്സ്, അതുകൊണ്ട് പറയല്ല. പക്ഷെ എന്നാൽ ഈ മൂവിയിൽ കുറച്ചുകൂടി സ്ക്രീൻ ടൈം ഉണ്ടായിരുന്ന കോങ്ങിനാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് കിടിലം സീക്വൻസ് ഉണ്ട്. പുള്ളിക്കാരൻ്റെ രണ്ടുപേർക്കും ഒരു കിടില ഇന്റർവ്യൂ ഉണ്ട്. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും ആ ഒരു സിനിമയുടെ എൻഡ് വരെ. മാൻ പൊളി എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ല മാൻ, ഈ അടി ഇടി വെടിപ്പൊക്കെ ആ ഒരു മൈൻഡില്ല, അങ്ങനത്തെ മൈൻഡിലാണ് ഈ സിനിമ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. തുടക്കം തൊട്ട് ഇടിയാണ്. ഞാൻ എടുത്തൊന്നും പറയുന്നില്ല ഏതൊക്കെയാണ്, പക്ഷെ എന്നാലും നമ്മളെ ഹാപ്പി ആയില്ല. നമ്മൾ സിനിമ കണ്ട് തിയേറ്ററിൽ നിന്ന് പുറത്ത് വരുമ്പോൾ നമ്മൾ 100% സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഈ സിനിമയിലുണ്ട്. ഇപ്പൊ എടുത്ത് പറഞ്ഞ കിങ് കോങ്ങിന്റെ ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. ഞാൻ ഇതായിട്ട് പറയുന്നില്ല, പക്ഷെ എന്നാലും ഒരു പഞ്ച് സീക്വൻസ് ആണ്. ആരാ അടി വാങ്ങണമെന്ന് പറയുന്നില്ല. ഈ സിംഗം സിനിമയിലൊക്കെ പറയുന്ന ഒരു 1.5 ടൺ വെയിറ്റ് എന്നൊക്കെ പറയത്തില്ല, ഒറ്റ ഇടി. ആ ഒരു ഇടി ഉണ്ടല്ലോ മാൻ, കിട്ടിയവൻ തറയിൽ കിടക്കും. എന്നിട്ട് കോങ്ങിന്റെ ഒരു ഷോട്ടും ഉണ്ട്. അത് മാത്രം മതി. വെറുത്ത് എന്നൊക്കെ പറഞ്ഞാൽ വെറുത്ത് സീക്വൻസ് ആണ്. അങ്ങനെയാണ് എൻ്റെ മൂവിയിലെ സീക്വൻസ് വന്നു പോകണം. അതും ഇവർ തമ്മിലുള്ള ക്ലാഷും കാര്യങ്ങളൊക്കെ പറയുന്നത് ഇടി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഫീൽ ആവും. അമ്മാതിരി ഇടിയാണ് സിനിമയിൽ ഫുള്ള് കാണിച്ചിരിക്കുന്നത്. ഈ ഒരു സിനിമയിൽ കോങ്ങിനാണ് കുറച്ചും കൂടി സ്ക്രീൻ ടൈം കൂടുതൽ. പക്ഷെ എന്നാലും എന്നും പറഞ്ഞ് ഗോഡ്സിലിനെ സൈഡ് ആക്കുന്നല്ല ഞാൻ പറയുന്നത്. ഗോഡ്സിലൊക്കെ വേറെ ലെവൽ ഓഫ് പൊളിയാണ് സിനിമയിൽ. നിങ്ങൾ ആ ഒരു പിങ്ക് പവർ ഒക്കെ കണ്ടപ്പോൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ കേട്ട് കാണാം. അതെന്താണ് ഏതാണെന്നൊക്കെ ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഈ ഒരു മൂടെ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിൾ. ഞാൻ പറഞ്ഞുതരാം. ഹോളോ എർത്ത് എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇതിനു മുമ്പുള്ള എല്ലാ മൂവീസിലും പറഞ്ഞിട്ടുള്ളതാണ് ഹോളോ എർത്ത് എന്താണെന്നുള്ള. ആ ഒരു ഹോളോ എർത്തിൽ ഇതുവരെ ഡിസ്കവർ ചെയ്യാത്ത ഒരു സ്പേസും ആ ഒരു സ്പേസിനകത്തുള്ള കുറച്ച് കാര്യങ്ങളും അവിടുത്തെ ഒരു ട്രൈബും അവരുടെ കാര്യങ്ങളും അല്ലെങ്കിൽ അവിടുത്തെ ടൈറ്റൻസും അവർ തമ്മിലുള്ള ക്ലാഷ് ഒക്കെയാണ് സംസാരിക്കുന്നത്. ആൻഡ് ഇതിൽ വരുമ്പോൾ ഹോളോ എർത്തിനെ കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്ത് അല്ലെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ കണ്ട മൂവീസിൽ അല്ലെങ്കിൽ ഹോളോ എർത്ത് എന്താണെന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും ഈ ഒരു സിനിമയിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതുവരെ ഡിസ്കവർ ചെയ്യാത്ത ഒരുപാട് സ്ഥലങ്ങളും അല്ലെങ്കിൽ അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. സോ ആ ഒരു കോൺസെപ്റ്റ് ഒക്കെ നൈസ് ആയിട്ടാണ് ഈ മൂവിൽ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. ആൻഡ് ഇതിലൊരു പുതിയ വില്ലൻ വരുന്നുണ്ട്, സ്കാർ കിങ് എന്ന് പറഞ്ഞിട്ട്. മൂപ്പര് ചെറിയ പുളിയൊന്നും അല്ല, വൻ പുളിയാണ്, ഭയങ്കര പവറാണ്. അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ആൻഡ് ഓപ്പോസിറ്റ് ഇരിക്കുന്ന വേറെ ആയിരുന്നു, നമ്മളെ അണ്ണന്മാരാണ്. ആൻഡ് ക്ലൈമാക്സ് സീനൊക്കെ ഉണ്ടല്ലോ, അവർ തമ്മിലുള്ള ക്ലാഷ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കണ്ടു നോക്കണം. കിഡിലോ എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവൽ ഐറ്റമാണ്. ഹ്യൂമൻസ് വളരെ കുറവാണ്. കാരണം ഇതിനു മുമ്പുള്ള ഒരു മൂവീസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഹ്യൂമൻ ക്യാരക്ടേഴ്സ് ഒക്കെ കുറവാണ്. ആൻഡ് എനിക്ക് ഏറ്റവും കൂടി ഇഷ്ടപ്പെട്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ക്രീൻ പ്ലേ, ഒരു കിഡിലെ സ്ക്രീൻ പ്ലേ ഉണ്ട്. ആൻഡ് എനിക്ക് വേറൊരു കാര്യം കൂടി ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഇവർ തമ്മിലുള്ള ഈ ടൈറ്റൻസ് തമ്മിലുള്ള ടോക്കൊക്കെ ഉണ്ടല്ലോ, അവരുടെ ലാംഗ്വേജിൽ അവർ സംസാരിക്കും. നിനക്ക് സുഖമാണോ അങ്ങനെ സബ്ടൈറ്റിലൊന്നുമില്ല. അത് പക്ഷെ നമുക്ക് മനസ്സിലാവും. അവർ എൻവയോൺമെന്റ്, അവർ നിൽക്കുന്നതും ആ ഒരു ബോഡി ലാംഗ്വേജും ആ സിറ്റുവേഷനൊക്കെ വെച്ച് നമുക്ക് ഫീൽ ചെയ്യും അവർ എന്താണ് സംസാരിക്കുന്നത്. സോ അതൊക്കെ നൈസ് ആയിട്ടാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത് ഈ മൂവിയിൽ. ഇപ്പൊ ഈ സിനിമ കാണുന്നതിന് മുമ്പ് ഇതിനു മുമ്പുള്ള എല്ലാ മൂവി കാണണമെന്ന് വെച്ചാൽ അതിന്റെ ആവശ്യമില്ല. കാരണം ഇതൊരു സ്റ്റാൻഡ് അലോൺ ആയിട്ട് വേണമെങ്കിൽ കാണാം. ഈ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് എന്താണ് അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് അങ്ങനെ കാണാൻ പറ്റിയ ഒരു മൂവി തന്നെയാണ്. അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള എല്ലാ പാർട്സും കാണേണ്ട ആവശ്യമില്ല. പക്ഷേ ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന മൂവീസ് ഇനിയും ഒരുപാട് പാർട്സ് ഒക്കെ വരാനുണ്ട്. സോ അതിലൊക്കെ ഈ ഒരു മൂവി കണക്ട് ചെയ്ത് പോകുന്നുണ്ട്. ആൻഡ് ഇതിനു മുമ്പ് തന്നെ നിങ്ങൾ മൊണാർക്ക് ദ ലെഗസി ഓഫ് മോൺസ്റ്റേഴ്സ് എന്നൊരു സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ മൊണാർക്കിനെയും അല്ലെങ്കിൽ മോൺസ്റ്റേഴ്സിനെയൊക്കെ പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കോമിക് ബുക്കും കൂടി റിലീസ് ആയിട്ടുണ്ടായിരുന്നു. ആ ഒരു കോമിക് ബുക്കിൽ ഈ ഒരു മ്യൂട്ടൻസിൻ്റെ കൂടെ അല്ലാതെ നമ്മളെ കൈജൂസിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, പസഫിക് റിമിൽ. സോ ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അതുപോലെ ഒരു സീക്വൻസ്, സ്പോയിലറൊന്നുമല്ല, ഈ ഒരു മൂവിയിലും കൈജൂസിനെ പറ്റിയിട്ടൊക്കെ ചെറുതായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. സോ ഇനി വരാൻ പോകുന്ന മൂവീസിലൊക്കെ ഈ കാര്യങ്ങളൊക്കെ ലിങ്ക് ചെയ്തായിരിക്കും പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു മൂവി കാണുന്നതിന് മുമ്പ് ഫ്രാഞ്ചൈസിൽ ഇതിനു മുമ്പുള്ള എല്ലാ മൂവീസും കാണുന്ന നിർബന്ധമൊന്നുമില്ല. ഇതൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റിയ മൂവീസാണ്. ഓവറോൾ ഒരു കിഡിലെ എക്സ്പീരിയൻസ് ആണ് മൂവി. നിങ്ങൾ മുമ്പത്തെ മൂവീസ് കണ്ടോ ഇല്ലേ അതൊന്നും വേണ്ട, നിങ്ങൾ സ്റ്റോറി മനസ്സിലായില്ലെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, ഇവർ തമ്മിലുള്ള ഫൈറ്റും ആ ഒരു എൻ്റെ സിനിമയുടെ പ്രസന്റേഷനും മാൻ കിഡിലോ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും ആ ഓരോ ഫൈറ്റ് സീക്വൻസ് എൻ്റെ മൈൻഡ് നിൽക്കുകയാണ് ഞാൻ ഈ പറയുമ്പോൾ പോലും. അമ്മാതിരി കിഡിലായിട്ടാണ് എല്ലാ കാര്യങ്ങളും പ്രസന്റ് ചെയ്തിരിക്കുന്നത്.
അതായത് നിങ്ങൾ ആലോചിക്കണം, അതായത് നമ്മളൊരു സിനിമ കണ്ട് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ 100% സാറ്റിസ്ഫൈഡ്, അത്രമാത്രം ഹാപ്പി ആയിട്ട് സിനിമ കണ്ട് പുറത്തിറങ്ങി റിവ്യൂ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു ഫീലാണ് ഞാൻ നിൽക്കുന്നത്. അതും ഞാൻ ഈ ഒരു മൂവി ഐമാക്സിലാണ് കണ്ട ആ ഒരു വിഷ്വലും ആ ഒരു മൂവിയുടെ പ്രസന്റേഷനും ആ ഒരു എൻറ്റയർ തിയേറ്റർ എക്സ്പീരിയൻസും മാൻ കിഡിലാണ്. ഒന്നും കൂടി കാണാൻ പറ്റും കാണും ഞാൻ, അമ്മാതിരി കിഡിലാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ സീരിയസ് ആയിട്ട് പറയാം, ഒരു കിഡിലും തിയേറ്റർ എക്സ്പീരിയൻസും ഒരു കിഡിലും മൂവിയായിരുന്നു. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്, ഇടുക്കി എല്ലാം ഉണ്ട് സിനിമയിൽ. അമ്മാതിരി കിഡിലോട്ടാണ് ഇവർ തമ്മിലുള്ള ക്ലാഷ് ഒക്കെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ എനിക്കൊരു ഫേവറേറ്റ് ക്യാരക്ടറും കൂടി ഉണ്ട് ഈ സിനിമയിൽ. നമ്മൾ ട്രെയിലർ കണ്ടപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കാം, സ്മോക്കിന്റെ അകത്തൊക്കെ കൂടി വരുന്ന ഒരു ചെറിയൊരു കുരങ്ങൻ, ഒരു ഓറഞ്ച് ഉള്ള ഒരു കുരങ്ങൻ വരുന്നുണ്ട്. മൂപ്പൊരു വേറെ ലെവൽ വൈബാണ്, ചെറിയ വൈബൊന്നും അല്ല, വേറെ ലെവൽ വൈബാണ് ഈ സിനിമയിൽ. ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല, പക്ഷെ പുള്ളിക്കാരനുണ്ടല്ലോ കിഡിലാണ് സിനിമയിൽ. ഒരു ഫാസ്റ്റ് പേസ് ഫുള്ളി ആക്ഷൻ പാക്ഡ് മൂവി കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം പോയി കാണുക. അല്ലാതെ വളരെ സ്ലോ പീസ് ആയിട്ട് കോങ് വരുന്നു, ഗോഡ്സില വരുന്നു, അവർ തമ്മിലുള്ള ചെറിയ ചെറിയ ഫൈറ്റ് അങ്ങനെയൊന്നുമില്ല. ഒരു പക്ക മാസ് മസാല പടം ഫസ്റ്റ് ഷോ കാണേണ്ട ഒരു ഫീൽ എങ്ങനെ ഇരിക്കും അങ്ങനെ ഈ സിനിമയിലുണ്ട്. കാരണം അമ്മാതിരി ഫാൻ ബേസ് ഉള്ള 2 ക്യാരക്ടേഴ്സ് ആണ്. ആ 2 ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ക്ലാഷും ഒരു ഫൈറ്റും ഓവറോൾ സിനിമ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ലൗഡാണ്. അതായത് സിനിമ സ്റ്റാർട്ട് ചെയ്ത് എൻഡ് വരെ ഒരു ഫുൾ ഓൺ ഫുൾ പവറിലാണ് സിനിമ പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് പേസിൽ പോകുന്ന ഒരു കിഡില ആക്ഷൻ മൂവിയാണ്. സോ ആ ഒരു മൈൻഡ് സെറ്റ് വെച്ച് പോയി കാണുക, തിയേറ്ററിൽ തന്നെ പോയി കാണുക. കാരണം അമ്മാതിരി കിഡിലം തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. നിങ്ങളുടെ OTT വന്നിട്ട് മറ്റേ മൊബൈലിലും ടിവിയിലൊക്കെ ഇരുന്ന് കണ്ട ഇത് കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. അമ്മാതിരി കിഡിലാണ് തിയേറ്റർ എക്സ്പീരിയൻസ് പറയുന്നത്, ചുമ്മാ പറയല്ല. പിന്നീട് ഈ ഒരു ഫ്രാഞ്ചൈസിൽ ഇനി വരാൻ പോകുന്ന മൂവീസിലൊക്കെ ഹ്യൂമൻ ക്യാരക്ടേഴ്സിനെ കുറച്ച് വരുന്നുണ്ട്. നമുക്ക് അത് ഈ ഒരു മൂവിയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ ചുരുക്കമായിട്ടുള്ള ഹ്യൂമൻ ക്യാരക്ടേഴ്സേ ഉള്ളൂ. സോ ഇനി അങ്ങോട്ട് പോകുന്നവരും അത് കുറച്ച് മോൺസ്റ്റേഴ്സും ആ ഒരു ക്രീച്ചേഴ്സും തമ്മിലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും മൂവി പ്രസന്റ് ചെയ്യുന്നത്. സോ അതൊക്കെ വേറെ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ആയിരിക്കും അങ്ങനെ വരുന്നുണ്ടെങ്കിൽ. ആൻഡ് ഒന്നും കൂടി എടുത്ത് പറയാം, ഓവറോൾ ഒരു കിഡിലും പടമാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സിനിമ കണ്ട് ഇറങ്ങുമ്പോഴും ഐ എം സോ ഹാപ്പി, 100% സാറ്റിസ്ഫൈഡ് ആണ് ഈ മൂവിക്ക് വേണ്ടിയിട്ട്. സോ എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരും മൂവി തിയേറ്ററിൽ തന്നെ പോയി കാണുക. വൺ ഓഫ് ദ ബെസ്റ്റ് തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക ആ ഒരു എക്സ്പീരിയൻസ് വേണ്ടിയിട്ട്. സോ എന്തായാലും ഓൾറെഡി ഈ മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങൾ ഒപ്പീനിയൻസ് എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.